അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. AD 637 ഖാദിസിയ യുദ്ധത്തിലൂടെ പേർഷ്യൻ സാമ്രാജ്യത്തെ മുസ്ലിങ്ങൾ തകർത്തു തരിപ്പണമാക്കി. ലോകമഹാശക്തിയായ ഒരു സാമ്രാജ്യം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സ്വഹാബികൾക്ക് മുൻപിൽ തീർത്തും അടിയറവ് പറഞ്ഞിരിക്കുന്നു. മെസപ്പൊട്ടോമിയൻ കാലം മുതൽ ജ്വലിച്ചു നിൽക്കുന്ന ഖാദിസിയ നഗരം മുതൽ സാസാനിദുകളുടെ കണ്ണായ ജൗല നഗരം വരെ ഇന്ന് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ലോകമഹാശക്തിയെ കീഴടക്കിയതിൻ്റെ ആവേശത്തിലാണ് മുസ്ലിം പോരാളികൾ. കിസ്രായുടെ ചെങ്കോൽ, കിരീടം, അധികാരവളകൾ, അളവറ്റ സ്വർണങ്ങൾ, മുത്ത് പവിഴ മാണിക്യങ്ങളുടെ കൂമ്പാരങ്ങൾ എല്ലാം മുസ്ലിം സൈന്യം സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ അതെല്ലാം അവർക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ വകുപ്പില്ലല്ലോ. ഇസ്ലാമിൻ്റെ ഖിലാഫത്തിൻ്റെ പൊതുസ്വത്തിലേക്ക് അത് മാറ്റേണ്ടതുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം യുദ്ധാർജിത സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ഖിലാഫത്തിൻ്റെ തലസ്ഥാനം നഗരിയായ മദീനയിലേക്ക് കൊടുത്തയച്ചു. സംഘം മദീനയിലെത്തുമ്പോൾ സമയം വൈകുന്നേരമായിരിക്കുന്നു. സ്വത്തുമായുള്ള ഒട്ടകക്കൂട്ടങ്ങളും കുതിര സംഘങ്ങളും വഴിയിൽ വച്ച് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നു. കിസ്രയുടെ സ്വർണ്ണകൂമ്പാരങ്ങളും രത്നക്കിഴികളുമായി എത്തിയ യാത്രാ സംഘമാണ് തങ്ങളെന്ന് അദ്ദേഹത്തെ അവർ അറിയിച്ചു. അന്നേരം ഖലീഫയുടെ ആഹ്ലാദ പ്രകടനമായിരുന്നു സംഘം പ്രതീക്ഷിച്ചത്. പക്ഷേ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ കൊണ്ടുവന്നത് മദീന പള്ളിയുടെ ഒരു മൂലയിൽ കൂട്ടിയിട്ടുകൊള്ളുക. അബ്ദുറഹ്മാൻ ഔഫിനോടും അബ്ദുല്ലാഹിബിൻ അർഖമിനോടും രാത്രി അതിനൊന്ന് കാവലിരിക്കാനും പറയുക. ഞാൻ നാളെ പ്രഭാത നിസ്കാരത്തിന് വരാം. ഖലീഫ നേരെ വീട്ടിലേക്ക് പോയി. കിസ്രയുടെ കനകക്കൂമ്പാരങ്ങൾ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത ആ രാത്രി തന്നെ നാട്ടിലാകെ പാട്ടായി. പലരും അപ്പോൾ തന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. സുബഹി നിസ്കാരത്തിനായി ഖലീഫ എത്തി. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോൾ പള്ളി നിറയെ ജനം. ആവശ്യക്കാർക്ക് ഖലീഫ സാമ്പത്തിക സഹായം നൽകുന്നത് പ്രതീക്ഷിച്ചു വന്നിരിക്കുകയാണ് പലരും. ഖലീഫയെ അബ്ദുറഹ്മാനും കൂട്ടരും പള്ളിമൂലയിലേക്ക് ക്ഷണിച്ചു. ശീല കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് നിധി കൂമ്പാരം. ഖലീഫ അത് പതുക്കെ ഉയർത്തി. അറബികൾ ആരും അന്നോളം കാണാത്ത ആഭരണങ്ങളും അമൂല്യ വസ്തുക്കളും. എല്ലാവർക്കും ആഹ്ലാദം. അന്നേരം ഖലീഫയുടെ സന്തോഷം കാണാൻ വേണ്ടി അവർ ആ മുഖത്തേക്ക് നോക്കി. ഖലീഫ കരയുകയാണ്. എല്ലാവരും ആഹ്ലാദഭരിതരായി നിൽക്കുന്ന ഈ നേരത്ത് ഉമർ, നിങ്ങൾ കരയുകയാണോ? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? എന്നിട്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെ? ഖലീഫയോട് കൂട്ടുകാരനായ ഇബ്നു ഔഫ് തുറന്നു ചോദിച്ചു. അന്നേരമാണ് അദ്ദേഹം പ്രവാചകനിൽ നിന്നും പകർന്നു കിട്ടിയ ആ സത്യം പറഞ്ഞത്. ഇത് കരയേണ്ട സമയം തന്നെയാണ്. നമുക്കിവിടെ ധനാധിക്യം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു സമ്പത്ത് നൽകിയ എല്ലാ സമൂഹങ്ങളിലും പിന്നെ വരുന്നത് പരസ്പരമുള്ള അസൂയയും പോരുമാണ്. അതിൻ്റെ ഫലം ഭിന്നതയും ശൈഥില്യവുമാണ്. ആഹ്ലാദിച്ച അവരെല്ലാം അതോടെ സങ്കടത്തിലായി. ഖലീഫയുടെ പ്രവചനം അക്ഷരം പ്രതി പുലരുന്നത് പിന്നീട് ജനം കാണുകയും അനുഭവിക്കുകയും ചെയ്തു. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായങ്ങൾക്കും അള്ളാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ ഫിത്നകൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സമുദായത്തിൻ്റെ ഫിത്ന സമ്പാദ്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.